السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വളരെ പ്രശസ്തമായ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിലെ അടുത്ത ബാബ് നമ്മൾ വായിക്കുന്നത് ബാബു അൽ ഖൗഫി മിന ഷിർക്ക്. ഷിർക്കിനെ തൊട്ടുള്ള ഭയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബുകൾ. കഴിഞ്ഞ ബാബുകൾ നമ്മൾ പറഞ്ഞു, തൗഹീദിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു. അതിനുശേഷം തൗഹീദ് കൊണ്ടുള്ള നേട്ടം, പാപങ്ങൾ പുറത്തു കിട്ടുന്നതും അതുപോലെയുള്ള നേട്ടങ്ങൾ പറഞ്ഞു. അതുപോലെ തൗഹീദ് തഹ്ഖീഖ് ചെയ്തവന് വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയും പറഞ്ഞു. ഇനി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അടുത്തതായി പറയുന്നത്, അത്രയും തൗഹീദിൻ്റെ പ്രാധാന്യവും ഗൗരവവും എല്ലാം പറഞ്ഞതിന് ശേഷം അടുത്തത് പറയുന്നത് അൽ ഖൗഫു മിന ഷിർക്ക്, ഷിർക്കിനെ തൊട്ടുള്ള ഭയത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ തൗഹീദ് വേണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ പൂർണ്ണതയും എല്ലാം പരാമർശിച്ച് അതിനെതിരാകുന്ന കാര്യമാണ് ഷിർക്ക്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രം അർപ്പിക്കുക. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിനെതിരെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ ഒരു സമനെ സ്ഥാപിക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷിർക്കിലേക്ക് വീഴുന്നതിനെ തൊട്ടും ഷിർക്കിൻ്റെ അപകടത്തെ തൊട്ടുമുള്ള ഭയം ഒരു മുവഹിദിൻ്റെ അടയാളമാണ്. തൗഹീദ് പൂർത്തീകരിക്കുന്ന സാക്ഷാത്കരിക്കുന്ന ആളുകളുടെ അടയാളമാണ് അവർ ഷിർക്കിനെ തൊട്ട് ഭയപ്പെടുന്നവരായിരിക്കും. കാരണം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, തൗഹീദിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നത് പോലെ തന്നെ ആ തൗഹീദിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൗഹീദിൽ നഷ്ടം സംഭവിച്ചാൽ, അതിനെതിരായിട്ടുള്ള കാര്യത്തിൽ അകപ്പെട്ടാൽ, ഷിർക്കിലകപ്പെട്ടാൽ എത്രത്തോളം വലിയ അപകടമാണ് എന്നുള്ള അറിവ് അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ ഷിർക്കിനെ ഭയപ്പെടും. ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും, ഒന്നാമതായി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഖൗലില്ലാഹി തആല, അല്ലാഹു തആലയുടെ വാക്ക് ആയത്ത് സൂറത്ത് നിസായിലെ 48, 116 ആയത്തുകൾ, 2 ആയത്തുകളും വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ അതിനു പുറമേ ഉള്ള പാപങ്ങൾ അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് ആയത്തിൻ്റെ ആശയം. അപ്പോൾ തൗഹീദിൻ്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷിർക്കിൻ്റെ ഗൗരവവും അപകടവും. ഇതിൽ പറയുന്നത് ഷിർക്കിൻ്റെ ഏറ്റവും വലിയൊരു അപകടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിർക്കിലായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഷിർക്കിൽ നിന്ന് തൗബ ചെയ്യാതെ മുശ്രിക്കായിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും വകവെച്ച് കൊടുത്തുകൊണ്ട് ആ അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ അവന് പിന്നെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുകയില്ല. അള്ളാഹു അവന് പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ശിർക്കിൽ മരണപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും അത് പുറത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ശിർക്ക് സംഭവിച്ച ഒരാളാണ്, അവൻ തൗബ ചെയ്ത് തൗഹീദെല്ലാം മനസ്സിലാക്കി തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കും. ഷിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ട ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ലാ യഗ്ഫിറു, അള്ളാഹു പൊറുക്കയില്ല അയ്യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത്. എന്നിട്ട് പറഞ്ഞു വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് പുറത്തുള്ള ഷിർക്കിനപ്പുറത്തേക്കുള്ള പാപങ്ങൾ, ധാരാളം പാപങ്ങളുണ്ട്. ദീനിൽ തന്നെ ഹറാമാക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള, ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള പാപങ്ങളുണ്ട്. കൊലപാതകമുണ്ട്, അതുപോലെ വ്യഭിചാരമുണ്ട്, അതുപോലെ പലിശയുണ്ട്, ധാരാളം പാപങ്ങളുണ്ട്. ആ പാപങ്ങൾക്കെല്ലാമുള്ള ഷിർക്കിൽ നിന്നുള്ള വ്യത്യാസം, എല്ലാം ഗൗരവമുള്ളതാണ്, പക്ഷെ ഷിർക്കിൽ നിന്നുള്ള വ്യത്യാസം ഈ പാപങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മശീഅത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്.
അഥവാ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ബാക്കിയുള്ള ഏത് പാപവും. പക്ഷെ ശിർക്ക് അള്ളാഹുവിന്റെ മശീയത്തിന് പോലും സാധ്യതയില്ലാത്ത വിധം അള്ളാഹു തആല ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശിർക്കിലായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവന് ശിക്ഷ ഉണ്ടാകും, അവന് പൊറുക്കപ്പെടുകയില്ല, അവൻ നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ, അവൻ ശാശ്വതമായ നരകത്തിലായിരിക്കും. അടുത്തതായി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നത് വഖാലൽ ഖലീലു അലൈഹിസ്സലാം, സൂറത്ത് ഇബ്രാഹിമിലെ ഒരായത്താണ്. ഖലീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലീലാക്കി തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ മഹബ്ബത്തിന്റെ ഉന്നതമായ സ്ഥാനമാണ് ഖുല്ലത്ത് എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിനോടുള്ള ഇഷ്ടം തെളിയിച്ചു കൊടുക്കുന്നത് വഴിയും അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക വഴിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്തിച്ചേർന്നിട്ടുള്ള മഹത്തായ സ്ഥാനമാണ് ഖുല്ലത്തിന്റെ സ്ഥാനം, അഥവാ ഖലീലാവുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ ഖലീലാണ്. രണ്ട് ഖലീലകളാണ് അള്ളാഹു തആലയ്ക്കുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മൾ കഴിഞ്ഞ ബാബിൽ പറഞ്ഞു, തൗഹീദ് തഹ്ഖീഖ് ചെയ്ത വ്യക്തികളെ പറയുന്നിടത്ത്, വിശേഷണങ്ങളെ പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ തൗഹീദ് സാക്ഷാത്കരിച്ച പൂർത്തീകരിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആഇന്റെ ലഫ്ളിൽ വന്നിട്ടുള്ളത് വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ അകറ്റണമേ. അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അതിന്റെ മറുപുറത്തേക്ക് ഞങ്ങളെ ആക്കേണമേ, അതിൽ നിന്ന് അകറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യാറുണ്ട്. സ്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പറയാറുള്ളത് മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾക്കാണ് പൊതുവെ സ്വനം അസ്നാം എന്ന് പറയാറുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നത് എന്ത് തന്നെയാണെങ്കിലും, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം സ്വനം എന്നുള്ള വാക്കിന്റെ പൊതുവായ ആശയത്തിൽ ഉൾക്കൊള്ളുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് പൂർത്തീകരിച്ച സാക്ഷാത്കരിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തേടുന്നത് വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇതിന് തുടർച്ചയായിട്ട് കാണാം ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. കാരണം ഇങ്ങനെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സനമുകൾ ധാരാളം ആളുകൾ അതിൽ പഴച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെയും എൻ്റെ സന്താനങ്ങളെയും അതിൽ നിന്ന്, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ശിർക്കിൽ നിന്ന് എന്നെ അകറ്റണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർഭയനായി ഞാൻ ശിർക്കിൽ നിന്ന് മോചിതനായി എന്ന് പറഞ്ഞിരുന്നിട്ടില്ല. അപ്പൊ നമ്മളെ പോലെയുള്ള അത്രയും ഉന്നതമായ ദർജയിലല്ല, സ്ഥാനത്തിലല്ല, എത്ര ഭയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഷിർക്കിന്റെ ഗൗരവം. ഒരു ഹദീസിൽ കാണാം. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് അത് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. കാരണം ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠനായ വ്യക്തിയോടാണ്. എന്താണ് വിഷയം പറയുന്നത്? ലശ്ശിർക്കു അഖ്ഫാ അലൈക്കും മിൻ ദബീബിൻ നംൽ, ഒരു ഉറുമ്പിന്റെ കാലടിയോളം അതിനേക്കാൾ ഗോപ്യമായ രീതിയിലാണ് നിങ്ങളിൽ ശിർക്ക് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അത്രയും ഗോപ്യമായ നിലയിലായിരിക്കും ശിർക്ക് കടന്നു വരിക എന്ന്. അപ്പൊ ചോദിച്ചു, എന്താണ് റസൂൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, അല്ലെങ്കിൽ ആ രക്ഷപ്പെടാനുള്ള മാർഗമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിന് തൊട്ട് ഞാൻ രക്ഷ തേടുന്നു. അറിയാതെ പങ്കു ചേർത്തതിനെ കുറിച്ച് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തൊട്ട് ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു എന്നുള്ള ദുആ പറഞ്ഞു കഴിഞ്ഞാൽ ശിർക്കിന്റെ വലുതും ചെറുതുമായ ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാകാം, രക്ഷപ്പെടാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ മറ്റ് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ, അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടാറുണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. എത്രത്തോളമാണ് നമ്മൾ ശിർക്കിന് ഭയപ്പെടാറുള്ളത്? എന്തിൽ ശിർക്ക് സംഭവിച്ചു പോകുമോ, അല്ലെങ്കിൽ ശിർക്കിന്റെ അപകടങ്ങൾ അതിൽ ഞാൻ അകപ്പെട്ടു പോകുമോ എന്ന ഭയം, അല്ലെങ്കിൽ അതിനെ തൊട്ട് രക്ഷ തേടാൻ നമുക്ക് എത്ര പേർക്കാണ് ഓർമ്മ വരാറുള്ളത്, അല്ലെങ്കിൽ അതിനെ ഗൗരവമായി നാം കാണാറുള്ളത്? കാരണം അത്രയും ഭയപ്പെടേണ്ട കാര്യമാണ് ഷിർക്ക്. ഷിർക്കിനെ കുറിച്ചുള്ള ഭയം നമുക്കില്ല,
അതിലൊരു അലംഭാവമാണ് നമുക്കുള്ളത് എങ്കിൽ നമുക്ക് തൗഹീദ് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത്രയും ഗൗരവത്തിൽ നാം ഭയപ്പെടേണ്ട കാര്യമാണ് ഷിർക്ക് എന്നുള്ളത്. അടുത്തത് ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള ഹദീസ്, വഫിൽ ഹദീസി അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോടായിട്ട് പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കാണെന്ന് പറഞ്ഞു. ഫസുഇല അൻഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, എന്താണ് ഈ ചെറിയ ഷിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിയാ ആണെന്ന് പറഞ്ഞു. ലോകമാന്യത, അഥവാ ആളുകൾ കാണാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന, ആളുകൾ തന്നെ പ്രശംസിക്കണമെന്ന ആഗ്രഹത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് റിയാ എന്ന് പറയുന്നത്. അത് ഷിർക്കുൻ അസ്ഗർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തി. ഇവിടെ ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, ഷിർക്കിനെ പണ്ഡിതന്മാർ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് അശ്ശിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക് എന്നുള്ള ആശയത്തിൽ. രണ്ടാമത്തേത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്നുള്ള ആശയത്തിൽ. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രധാനമായിട്ടും 3 വ്യത്യാസങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളുള്ളത്. ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ അസ്ഗറും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള 3 വ്യത്യാസങ്ങൾ. ഒന്നാമത്തേത്, ഷിർക്കുൻ അക്ബർ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും ബാത്തിലാവും. അവൻ ഒരു കർമ്മവും പിന്നെ പരലോകത്ത് ഉപകരിക്കില്ല. ആ ഷിർക്കുൻ അക്ബറിലായിക്കൊണ്ട് മരണപ്പെട്ടാൽ അവന്റെ എല്ലാ കർമ്മവും ബാത്തിലാണ്, അതൊന്നും പരലോകത്ത് സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് കർമ്മത്തിലാണോ സംഭവിച്ചത്, ചിലപ്പോൾ അവൻ ഒരു നിസ്കാരം നിസ്കരിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു സദഖ നൽകിയപ്പോൾ അതിലാണ് ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് മാത്രമാണ് ബാത്തിലാവുക, ബാക്കിയുള്ള എല്ലാ കർമ്മവും ബാത്തിലാവുകയില്ല. രണ്ടാമത്തെ ഒരു വ്യത്യാസം, ഷിർക്കുൻ അക്ബർ സംഭവിച്ച് മരണപ്പെട്ട ഒരു വ്യക്തി ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, നരകത്തിൽ ശാശ്വതമായിരിക്കും. അവൻ ഒരിക്കലും സ്വർഗപ്രവേശനം ഉണ്ടാവില്ല, ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ ഷിർക്കുൻ അസ്ഗർ സംഭവിച്ച ആളുകൾക്ക് എന്തില്ല? നരകത്തിൽ ഖുലൂദില്ല. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഷിർക്കുൻ അസ്ഗർ സംഭവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു പരീക്ഷണത്തിലൂടെ എപ്പോഴാണോ അവന്റെ ആ ഷിർക്കുൻ അസ്ഗറിന്റെ പാപം പുറത്തു കിട്ടുന്നത് അത്രയും കാലമോ അത്രത്തോളമോ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. നരകത്തിൽ ഖുലൂദ് ഉണ്ടാവുകയില്ല ഷിർക്കുൻ അസ്ഗറിന്. ഷിർക്കുൻ അക്ബറിന് നരകത്തിൽ ഖുലൂദ് ഉണ്ടാകും. ഷിർക്കുൻ അസ്ഗറിന്റെയും മറ്റൊരു വ്യത്യാസം, ഷിർക്കുൻ അക്ബർ സംഭവിച്ചവൻ മില്ലത്തിൽ നിന്ന് പുറത്തായിരിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും. എന്നാൽ ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മില്ലത്തിൽ നിന്ന് പുറത്താകില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായവനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഉലമാക്കൾ വേർതിരിച്ചത് കാണാം. ഇനി ഷിർക്കുൻ അക്ബറിനെ തന്നെയും വേറെ ചില രീതിയിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ചില നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിൽ വിശദീകരിക്കും. അതിൽ ചില രീതികളാണ് ഷിർക്കുൻ അക്ബറിന്റെ പ്രധാനപ്പെട്ട 4 ഇനങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന്, ഷിർക്ക് ദുആ, ദുആയിലുള്ള അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നത് പോലെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന വിഷയത്തിലുള്ള ഷിർക്ക്. രണ്ടാമത്തേത് ഷിർക്ക് നിയ്യ, അവന്റെ നിയ്യത്ത്, അവന്റെ ഉദ്ദേശം അത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ പൂർണ്ണമായും മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാകുന്നത്. മൂന്നാമത്തേത് ഷിർക്ക് ത്വാഅ, അനുസരണം, അഥവാ അള്ളാഹു തആല ഹലാലാക്കിയ ഒരു കാര്യം വേറൊരാൾ ഹറാമാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അംഗീകരിക്കുക, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യം അത് ഹലാലാണെന്ന് അനുസരിക്കുക. ജൂതനസാറാക്കൾ അവരുടെ പുരോഹിതന്മാരെ അനുസരിക്കുന്നത് പോലെ ഷിർക്ക് ത്വാഅ. നാലാമത്തെ ഷിർക്കുൽ മഹബ്ബ, അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ വേറെ ആരെങ്കിലും സ്നേഹിക്കുക, അത് ഷിർക്കുൽ മഹബ്ബ. ഇതെല്ലാം ഷിർക്കുൻ അക്ബറിന്റെ ഇനങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ദുആ, അതുപോലെ മഹബ്ബ, റജാ, തവക്കുല്, ഇതുപോലെയുള്ള കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ അവൻ ഷിർക്കുൻ അക്ബർ സംഭവിച്ചവരാകും, അവൻ മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഷിർക്കുൻ അസ്ഗറിന് ഏറ്റവും നല്ല ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റിയാ, ലോകമാന്യത, ആളുകൾ കാണാൻ വേണ്ടി അവൻ അമലുകൾ ചെയ്യുന്ന ഒരവസ്ഥ. ഷിർക്കുൻ അസ്ഗറിൽ വേറെയും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നതാണ്. മാഷാ അല്ലാഹ് വശിഅത എന്ന് പറയുന്ന, അള്ളാഹുവും നീയും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്ന അതുപോലെയുള്ള വാക്കുകളെല്ലാം. ഇവിടെ റിയായിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ
നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിസ്സാരമായി നമ്മുടെ ഉള്ളിൽ തോന്നരുത്. അഥവാ ചെറിയ ശിർക്ക് ചെറുതല്ലേ എന്നല്ല, മറ്റുള്ള പാപങ്ങളെക്കാളെല്ലാം ഗൗരവമുള്ള കാര്യമാണത്. കൊലപാതകത്തെക്കാളും വ്യഭിചാരത്തെക്കാളും മറ്റുള്ള എന്തെല്ലാം പാപങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഗൗരവമുള്ള കാര്യമാണ് ഷിർക്കുൻ അസ്ഗർ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി എന്നുള്ള ആയത്തിൽ ഷിർക്കുൻ അസ്ഗറും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അധിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ ഉൾപ്പെടാത്ത കാര്യമാണത്. അള്ളാഹുവിന്റെ മശീയത്തിന് കീഴിൽ പൊറുക്കപ്പെടാത്ത കാര്യമാണത്. ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ബാക്കിയുള്ള പാപങ്ങൾക്ക്, ഷിർക്കുൻ അക്ബറും അസ്ഗറും രണ്ടും ഷിർക്കിന്റെ ഇനത്തിൽ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള പാപങ്ങൾക്കാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതിനെ പറ്റി പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞത് ആരോടാണ്? അഖ്വഫു മാ അഖാഫു അലൈക്കും എന്ന് പറയുന്നത് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള സ്വഹാബികളോടാണ്. സ്വഹാബികളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ കാര്യം എന്താണ്? അതിനേക്കാൾ താഴ്ന്ന അവസ്ഥയിലുള്ള ആളുകളുടെ എത്രത്തോളം ഭയപ്പെടണം? റിയായിനെ സംബന്ധിച്ച് എത്രത്തോളം ഭയപ്പെടണം? വേറെ ചില ഹദീസുകളിൽ കാണാം, ഒരാൾ നിസ്കരിക്കുകയാണ്. റിയാ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരാൾ നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുമ്പോൾ ആളുകൾ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിസ്കാരം ഒന്നുകൂടി നന്നായി നിസ്കരിക്കാൻ തുടങ്ങി. ആളുകൾ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത് റിയാ ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വളരെ ഗൗരവത്തിൽ ഭയപ്പെടേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിയാ എന്നുള്ളത്. അത് ഷിർക്കുൻ അസ്ഗറാണ്. മില്ലത്തിൽ നിന്ന് പുറത്താകില്ല, നരകത്തിൽ ഖുലൂദ് ഉണ്ടാകില്ല എന്നൊക്കെ ഉള്ളതാണ് ഷിർക്കുൻ അക്ബറും അസ്ഗറും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ഹദീസ് വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ മാത വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദൻ ദഖല അന്നാർ റവാഹുൽ ബുഖാരി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദൻ, ആരാണോ അള്ളാഹുവിനൊരു പകരക്കാരനെ സ്ഥാപിച്ചുകൊണ്ട്, ആ പകരക്കാരനെ ആരാധിച്ചുകൊണ്ട്, ആ പകരക്കാരനോട് ദുആ ചെയ്തുകൊണ്ട്, ആ ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് മരണപ്പെടുന്നത്, ആ അവസ്ഥയിലായിക്കൊണ്ട് മരണപ്പെടുന്നത്, ദഖല അന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. അവന് നരകമാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലും ഹദീസുകളിലും സൂചിപ്പിച്ചതുപോലെ തന്നെ ശിർക്ക് സംഭവിച്ചാൽ പിന്നെ ആ രീതിയിൽ മരണപ്പെട്ടാൽ അവന് പിന്നെ കാലാകാലം നരകമാണ്. അവൻ എത്ര നല്ല കർമ്മങ്ങൾ ചെയ്ത ആളാണെങ്കിലും, അവൻ മറ്റുള്ള എല്ലാ സൃഷ്ടികളോടും അവൻ ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, മറ്റുള്ള എല്ലാ സൃഷ്ടികളോടും അവൻ നന്മ ചെയ്തിട്ടുണ്ട്, അവൻ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിനുടമയാണ്, അങ്ങനെ എല്ലാം ആണെങ്കിലും ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അമലുകളെല്ലാം ബാത്തിലാണ്. കാരണം അവന്റെ റബ്ബായിട്ടുള്ള, അവനെ സൃഷ്ടിച്ചിട്ടുള്ള, അവന് ഉപജീവനം നൽകിയിട്ടുള്ള, അവനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള അള്ളാഹുവിനോട് അവൻ വീട്ടേണ്ട അവകാശങ്ങൾ വീട്ടിക്കൊടുക്കാതെ മറ്റാരോട് അവൻ വീട്ടിക്കൊടുത്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഒരാൾക്ക് സൃഷ്ടികളിൽ ഏറ്റവും കടമുള്ള ആരോടാണ്? ഉപ്പാനോടും ഉമ്മാനോടും, അതിൽ ഉമ്മയോടാണ്. എന്നാൽ ഒരാൾ അവന്റെ ഉമ്മയോട് ഒരു കടമയും നിർവഹിക്കുന്നില്ല, അവൻ ഉമ്മയെ ഉപദ്രവിക്കുന്നു, ഉമ്മയോട് മേലെ ഏറ്റവും കള്ള ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു, ആ രീതിയിൽ പെരുമാറുന്നു. എന്നാൽ ബാക്കിയുള്ള അയൽവാസികൾക്കും ബാക്കിയുള്ള ആളുകൾക്കെല്ലാം അവൻ ധാരാളം ചെലവഴിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതിലെന്താണ് കാര്യം ഉണ്ടാവുക? സാധാരണഗതിയിൽ ചിന്തിച്ചാൽ തന്നെ അതിന്റെ അവസ്ഥ എന്താണ്? പക്ഷെ അതിനേക്കാൾ വലുതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമകൾ നിർവഹിക്കാതെ വേറെ ഒരു കർമ്മവും അള്ളാഹു തആല അടുക്കൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതമായിരിക്കും, ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അടുത്ത ഹദീസ് വലി മുസ്ലിമിൻ അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹ വഹുവ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന വമൻ ലഖിയഹു യുശ്രികു ബിഹി ഷൈഅൻ ദഖലൻ നാർ. മൻ ലഖിയല്ലാഹ, ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്, വഹുവ ലാ യുശ്രികു ബിഹി ഷൈഅൻ, അവൻ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ, അഥവാ മരണപ്പെട്ടു പോകുമ്പോൾ അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുന്നില്ല, ഷിർക്കിന്റെ ഒരു അംശവും അവനിൽ സംഭവിക്കുന്നില്ല, അവൻ തൗഹീദ് പൂർത്തീകരിക്കുന്നവനാണ്.
ആ അവസ്ഥയിൽ ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വമൻ ലഖിയഹു യുശ്രികു ബിഹി ഷൈഅൻ, ഒരാൾ മരണപ്പെടുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥയിലായിക്കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഏതെങ്കിലും ഒരാളെ പങ്കു ചേർക്കുന്ന അവസ്ഥയിലായിക്കൊണ്ടാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ, അങ്ങനെയാണ് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. അതാരായിരുന്നാലും ഒരു നബിയുടെ ഉപ്പയായാലും ശരി, മകനായാലും ശരി, ആരാണെങ്കിലും, അഥവാ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു നബിയുടെ ഉപ്പയാണ്, മകനാണ്, അങ്ങനെ ഒരു സ്ഥാനം കൊണ്ടും അയാൾ എന്താകില്ല, സ്വർഗപ്രവേശനത്തിന് കാരണക്കാരനാകില്ല. അവൻ ആ വ്യക്തി അള്ളാഹുവിൽ പങ്കു ചേർത്ത് ശിർക്കിലായിക്കൊണ്ട് മരണപ്പെടുന്ന വ്യക്തി നരകത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അപ്പൊ ഈ ഹദീസുകൾ, ഈ ആയത്തുകൾ ഇത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം ഷിർക്ക് എന്നുള്ളത് അത്രയധികം വലിയ ബുൽമായിക്കൊണ്ട്, അക്രമമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു തആല ഖുർആനിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഷിർക്കിന്റെ വലുതും ചെറുതും എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയ ഇനം പോലും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. അത് കേവലം ലഫ്ളിയായിട്ടുള്ള നാവ് കൊണ്ട് പറയുന്ന ഒരു വാക്കിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലാണെങ്കിലും അതൊന്നും നമ്മിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ തൗഹീദ് പഠിക്കണം എന്ന് പറയുന്നത്. അതിലേറ്റവും ഖുർആനിനും ഹദീസുകൾക്കും ശേഷം ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, ആ ഖുർആനും ഹദീസിനെയും കൃത്യമായ ബാബുകൾ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബു തൗഹീദ് എല്ലാം ആവർത്തിച്ച് തന്നെ പഠിക്കുന്നത് എന്തിനാണ്? കാരണം ആ ഷിർക്കിന്റെ ഒരു അംശവും കടന്നു വരാത്ത രീതിയിൽ തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള അറിവ് നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ആ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആയത്തുകളിലും ഈ ഹദീസുകളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുള്ള കാര്യം ഷിർക്കിന്റെ ഗൗരവമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഈ ബാബിൽ പറഞ്ഞതിന്റെ ആകത്തുക, ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, അവൻ ഷിർക്കുൻ അക്ബർ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതമായിരിക്കും. അവൻ ഒരിക്കലും സ്വർഗപ്രവേശനം ഉണ്ടാകില്ല. ഇനി ഷിർക്കുൻ അസ്ഗർ ആണെങ്കിലും അവൻ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള ഏതൊരു പാപവും, മറ്റുള്ള പാപം എന്ത് തന്നെയാണെങ്കിലും അത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കാം, പുറത്തു കൊടുക്കാതിരിക്കാം, ശിക്ഷ ലഭിക്കാം, എന്തുമാകാം. പക്ഷേ ഷിർക്കിന്റെ അംശം അവന് സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അതിന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഒരു ദിവസം അവന് സ്വർഗപ്രവേശനം ഉണ്ടാകും. അതാണ് ഈ ബാബിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകളുടെയും ഹദീസുകളുടെയും ആശയം. നമ്മൾ വായിക്കാറുള്ള ഇമാം സഅദി റഹിമഹുള്ളയുടെ കിതാബു തൗഹീദിന്റെ ശർഹ് അൽ ഖൗലു സദീദ് എന്ന കിതാബിൽ സഅദി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വിശദീകരണമാണ് വായിക്കുന്നത്. الشرك في توحيد الإلهية والعبادة ينافي التوحيد كل المنافات وهو نوعان. അള്ളാഹുവിനോട് നൽകേണ്ട ഉലൂഹിയത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ നൽകേണ്ട ഇബാദത്ത്, ഈ വിഷയത്തിൽ സംഭവിക്കുന്ന ഷിർക്ക് അത് തൗഹീദിനെ പൂർണ്ണമായി തകർത്ത് കളയുന്നതാണ്. അത് രണ്ട് രീതിയിലുണ്ട്. ഷിർക്കുൻ അക്ബറുൻ ജലിയുൻ, ഗൗരവത്തിലുള്ള വലിയ ഷിർക്ക്. വഷിർക്കുൻ അസ്ഗറുൻ ഖഫിയുൻ, ഗോപ്യമായിട്ട് സംഭവിക്കുന്ന ചെറിയ ഷിർക്ക്. ഈ രണ്ടിനത്തിലുണ്ട്. ഫഅമ്മ ശിർക്കുൽ അക്ബർ, ഷിർക്കുൻ അക്ബർ എന്നാൽ ഫഹുവ അയ്യജ്അല ലില്ലാഹി നിദ്ദൻ യദ്ഉഹു കമാ യദ്ഉല്ലാഹ്. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അള്ളാഹുവിനൊരു പകരക്കാരനെ സ്ഥാപിക്കലാണ്. അള്ളാഹുവിനോ ഇബാദത്ത് ചെയ്യുന്നത് പോലെ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലെ അവൻ ആ പകരക്കാരനെയും ദുആ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഔ യഖാഫുഹു ഔ യർജൂഹു ഔ യുഹിബ്ബുഹു കഹുബ്ബില്ലാ, അല്ലെങ്കിൽ അവൻ ഭയപ്പെടും, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അവൻ ഇന്ന ആളെ, അവൻ ആരെയാണോ പകരക്കാരനാക്കിയിട്ടുള്ളത് അയാളെ ഭയപ്പെടും. ഔ യർജൂ, അല്ലെങ്കിൽ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നത് പോലെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആരോടാണോ അയാൾ പ്രതീക്ഷ വെക്കും. ഔ യുഹിബ്ബുഹു, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടതുപോലെ അവൻ എന്തു ചെയ്യും, ആരാണോ പകരക്കാരനെ വെച്ചിട്ടുള്ളത് അവനെ ഇഷ്ടപ്പെടും. കഹുബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. ഈ മൂന്ന് കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? ഖൗഫ്, റജാ, ഹബ്ബ്. ഈ മൂന്ന് കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? ഈ മൂന്നെണ്ണമാണ് അർക്കാനുൽ ഇബാദ. ഇബാദത്തിന്റെ സ്തംഭങ്ങൾ, അർക്കാനുകൾ എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഖൗഫ്, റജാ, ഹബ്ബ്. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് പറയാണ് ഔ യസ്രിഫു ലഹു നൗഅൻ മിൻ അൻവാഇൽ ഇബാദ,
അതല്ലെങ്കിൽ ഇബാദത്തിന്റെ ഇനങ്ങളായി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, നിസ്കാരമോ സുജൂദോ അറവോ നേർച്ചയോ വരവേൽപ്പിക്കലോ സഹായം തേടലോ രക്ഷ തേടലോ എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു അല്ലാതെ മറ്റൊരു പകരക്കാരന് വേണ്ടി അയാൾക്ക് വേണ്ടി ചെയ്യുക, അയാൾക്ക് വേണ്ടി തിരിക്കുക, അതാണ് ശിർക്കുൻ അക്ബർ എന്ന് പറയുന്നത്. ഫഹാദ ശിർക്കു ലാ യബ്ഖാ മഅ സാഹിബിഹി മിനത് തൗഹീദ് ശൈഉൻ. ഈ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിച്ചിട്ടുള്ള ആളിൽ തൗഹീദിന്റെ ഒരു അംശം പോലും ബാക്കിയുണ്ടാകില്ല, അവനിൽ തൗഹീദിന്റെ ഒരു അംശം പോലും ഉണ്ടാകില്ല. വഹാദൽ മുശ്രിക്കുല്ലദീ ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അങ്ങനെ ശിർക്ക് ചെയ്ത ആ മുശ്രിക്കിന്റെ മേലെയാണ് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിട്ടുള്ളത്. അവന് നരകമാണ് അവന്റെ അഭയസ്ഥാനമായിട്ടെത്തുക, അവന്റെ താമസ സ്ഥലം നരകമാണ്. വലാ ഫർഖ ഫീ ഹാദാ ബൈന അൻ യുസമ്മിയ തിൽകൽ ഇബാദ അല്ലതി സറഫഹാ ലിഗൈരില്ലാഹി ഇബാദതൻ. ഇവിടെ ഒരിക്കലും എന്തില്ല, ഒരാൾ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തെ ഇബാദത്താണ് എന്നവൻ അംഗീകരിക്കണമോ വേണമൊന്നുമില്ല. അതായത് അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യേണ്ട, അള്ളാഹുവിനോട് മാത്രം സുജൂദ് ചെയ്യേണ്ട, അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യേണ്ടടുത്ത് ഒരാൾ വേറൊരു ഖബറിനോടോ അല്ലെങ്കിൽ ജിന്നിനോടോ മലക്കിനോടോ നബിയോടോ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ എല്ലാം ചെയ്യാം. പക്ഷെ അവൻ പറയുന്നില്ല ഞാൻ ഇബാദത്ത് ചെയ്തു എന്ന് അയാൾ പറയുന്നില്ല. അയാൾ അള്ളാഹു അല്ലാത്ത ഒരാളോട് ഈ ഇബാദത്തിന്റെ ഏതെങ്കിലും ഇനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾ അംഗീകരിക്കുന്നില്ല എന്ത്, ഞാൻ ഇബാദത്ത് ചെയ്തു എന്നുള്ളത്. അയാൾ പറയുന്നത് വേറെ പല പേരുകളിലായിരിക്കാം. ഏതുപോലെ ഔ യുസമ്മീഹ തവസ്സുലൻ ഔ യുസമ്മീഹ ബിഗൈരി ദാലിക മിനൽ അസ്മാ. അയാൾ പറയുന്നത് ഞാൻ തവസ്സുലാക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്തിഗാസ തേടുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരുകൾ പറഞ്ഞിട്ട് എന്ത് തന്നെ ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്. ഫകുല്ലു ദാലിക ശിർക്കുൻ അക്ബർ. അത് മുഴുവൻ ശിർക്കുൻ അക്ബറാണ്. അപ്പൊ നമ്മുടെ നാടുകളിൽ നമ്മൾ ധാരാളം കാണാൻ സാധിക്കും. നമ്മൾ കാണുന്നതാണ്, പല ജാറങ്ങളിലും പോയി രക്ഷ തേടുന്ന സഹായം തേടുന്ന ആളുകൾ, സുജൂദ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളാണ് ഔലിയാക്കളാണ് എന്ന് പറഞ്ഞ് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഓരോ വലിയകളാണെന്ന് പറഞ്ഞ് അവർ പറയുന്ന ആളുകൾ, അവരെ വിളിച്ചു തേടുന്നവർ. പക്ഷേ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തവസ്സുലാക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് അവർ പറയും. അങ്ങനെ എന്ത് പേര് തന്നെ പറഞ്ഞാലും അത് ശിർക്കുൻ അക്ബറാണ്. എന്നിട്ട് പറയാം ലിഅന്നൽ ഇബ്റത ബിഹഖായിഖിൽ അശ്യാഇ വമആനിഹാ ദൂന അൽഫാദിഹാ വഇബാറാതിഹാ. ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രവർത്തനം എന്താണ്, അതിന്റെ കാര്യം എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അള്ളാഹു അല്ലാത്ത ഒരാളോട് അവൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ശിർക്കാണ്. അതവൻ അത് ഇന്ന കാര്യം ഇത് ഇബാദത്താണെന്ന് അവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും എല്ലാം ആ കാര്യം ശിർക്ക് തന്നെയാണ്. എന്നിട്ട് പറയാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ്, വഅമ്മ ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് എന്നുള്ളത് ഫഹുവ ജമീഉൽ അഖ്വാലി വൽ അഫ്ആലി അല്ലതി യതവസ്സലു ബിഹാ ഇല ശിർക്ക്. ശിർക്കിലേക്ക്, ശിർക്കുൻ അക്ബറിലേക്ക് എത്തിക്കുന്ന എല്ലാവിധ വാക്കും പ്രവർത്തനങ്ങളും എല്ലാം ശിർക്കുൻ അസ്ഗറിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇബാദത്തിന്റെ സ്ഥാനത്ത് എത്താൻ യോഗ്യതയില്ലാത്ത ഏതെങ്കിലും സൃഷ്ടികളുടെ വിഷയത്തിൽ ഗുലൂവ് ഉണ്ടാവുക, അതിര് കവിയലുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹദീസുകൾ വന്നതുപോലെ മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു നീയും ഉദ്ദേശിച്ചാൽ എന്ന നിലയ്ക്ക് ഒരാളോട് പറയുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാക്കോ പ്രവർത്തനങ്ങളോ എല്ലാം സംഭവിക്കുന്നത് ശിർക്കുൻ അസ്ഗറിൽപ്പെട്ടതാണ്. കൽ ഹൽഫി ബിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സത്യം ചെയ്തു പറയുന്നത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സത്യം ചെയ്തു പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന റിയാ സംഭവിക്കുക എന്നുള്ളത്, ഇതെല്ലാം ശിർക്കുൻ അസ്ഗറിൽപ്പെട്ടതാണ്. فإذا كان الشرك ينافي التوحيد ويوجب دخول النار والخلود فيها وحرمان الجنة إذا كان أكبر. ഷിർക്ക് തൗഹീദിനെ മുഴുവൻ തകർത്ത് കളയുന്നതും നരകപ്രവേശനം നിർബന്ധമാകുന്നതും അതിൽ ശാശ്വതമാകുന്നതും സ്വർഗപ്രവേശനം തടയുന്നതുമായിട്ടുള്ള ഷിർക്ക് ശിർക്കുൻ അക്ബറാണ്. അതായത് ആ തൗഹീദ് പൂർണ്ണമായി തകർന്നു പോകും, അമലുകൾ പൊളിഞ്ഞു പോകും, അവൻ നരകപ്രവേശനത്തിന് ശാശ്വതമായി നരകത്തിൽ കിടക്കും, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെയുള്ള ഷിർക്ക് ശിർക്കുൻ അക്ബറാണ്. വഅന്നഹു ലാ തതഹഖഖു അസ്സആദ ഇല്ലാ ബിസ്സലാമതി മിൻഹു. ഒരാൾക്കൊരിക്കലും രക്ഷയും സൗഭാഗ്യവും ഉണ്ടാകില്ല ആ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാതെ, ആ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാതെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നഊദു ബില്ലാഹ്, നമ്മുടെ നാടുകളിൽ ഇസ്ലാമിന്റെ പേരിൽ എത്രയോ ആളുകൾ
എത്രയോ ആളുകൾ ഈ ഷിർക്കുൻ അക്ബറിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് അറിവില്ലാത്ത കാരണത്താൽ, അവർ ചെയ്യുന്ന ഷിർക്കാണെന്ന് അറിയാത്ത കാരണത്താൽ ധാരാളം ആളുകൾ, അറിഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അപ്പൊ ഇത്രത്തോളം വലിയ അവരുടെ ദീനും ദുനിയാവും പരലോകവും എല്ലാം നഷ്ടപ്പെടുക, എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും രക്ഷ തേടേണ്ട, ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് പറയാണ് ഇമാം സഅദി, കാന ഹഖ്ഖൻ അലൽ അബ്ദി അൻ യഖാഫ മിൻഹു അഅ്ളമ ഖൗഫിൻ. ഒരു അടിമയുടെ മേലെ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യമാണ്, അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റെന്തിനേക്കാളും, മറ്റെന്ത് കാര്യത്തെക്കാളും ഈ ഷിർക്കിനോടുള്ള ഭയം ഉണ്ടാവുക എന്നുള്ളത്, ഈ ഷിർക്കിനെ ഭയപ്പെടുക എന്നുള്ളത്. ويسعى في الفرار منه ومن طرقه ووسائله وأسبابه ويسأل الله العافية منه. അതിലേക്ക് എത്തിച്ചേരുന്ന മാർഗങ്ങളെ തൊട്ട്, കാര്യങ്ങളെ തൊട്ട്, കാരണങ്ങളെ തൊട്ടെല്ലാം അകന്നു നിൽക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിനോട് ആ ശിർക്കിൽ നിന്ന് രക്ഷ എപ്പോഴും അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കേണ്ടതുമാണ്. കമാ ഫഅല ദാലിക അൽഅംബിയാ വൽഅസ്ഫിയാ വഖിയാറുൽ ഖൽഖ്. ഏതുപോലെ അമ്പിയാക്കളും ശ്രേഷ്ഠരുമായിട്ടുള്ള ഈ സൃഷ്ടികളിൽ ഉത്തമരായിട്ടുള്ള ആളുകൾ ചെയ്തതുപോലെ. നമ്മൾ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളുടെ നേതാവാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവാണ്. അമ്പിയാക്കളുടെ നേതാവ് ഔലിയാക്കളുടെ നേതാവിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമുഹു വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിഞ്ഞുകൊണ്ടുള്ള ശിർക്കിനെ തൊട്ടും അറിയാതെ സംഭവിക്കുന്ന ശിർക്കിനെ തൊട്ടും രക്ഷയും ഇസ്തിഗ്ഫാറും തേടുന്നു എന്നതാണ്. എത്ര ഗൗരവത്തിലാണ് നമ്മളെല്ലാം ശിർക്കിനെ ഭയപ്പെടേണ്ടത്. സലഫുകൾ പറയാറുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീൽ ശിർക്കിനെ തൊട്ട് നിർഭയനായിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ് നിർഭയനാവുക? പിന്നെ ആർക്കാണ് നിർഭയനാകാൻ സാധിക്കുക? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈമാനിനെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, ഷിർക്കിനെ കുറിച്ചുള്ള ഭയം. പല ആളുകളും അതിനെക്കുറിച്ച് ആലോചിക്കാനില്ല. മറ്റൊന്ന്, നിഫാഖിനെ കുറിച്ചുള്ള ഭയം. പല ആളുകളും നിഫാഖിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. എനിക്ക് നിഫാഖുണ്ടോ ഒന്നും സ്വയം വിചാരണ ചെയ്യാൻ തയ്യാറാവില്ല. അതുപോലെ തന്നെ റിയാ പോലെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാനില്ല. എനിക്കങ്ങനെ സംഭവിക്കുന്നുണ്ടോ അവരാലോചിക്കില്ല. ഇതെല്ലാം ഗൗരവമുള്ള കാര്യങ്ങളാണ്, പിശാച് ഖുറൂറിലാക്കുന്ന ഗൗരവമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്കുള്ള എല്ലാ മാർഗത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും അള്ളാഹുവിനോട് രക്ഷ തേടുകയും വേണം. അതിന് ഏറ്റവും മാതൃക രണ്ട് ഖലീലുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമാണ്. وعلى العبد أن يجتهد في تنمية الإخلاص في قلبه وتقويته. അതുകൊണ്ട് തന്നെ ഒരു അടിമ അവന്റെ ഖൽബിലുള്ള അവന്റെ ഇഖ്ലാസിനെ, അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാ തൗഹീദ് പഠിച്ച് ആ ഇഖ്ലാസ് സാക്ഷാത്കരിക്കാൻ, ആ ഖൽബിൽ അത് ഉറപ്പിക്കാൻ, അതിനെ ശക്തിപ്പെടുത്താൻ, അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇൽമും അമലുമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വദാലിക ബികമാലി തഅല്ലുഖ് ബില്ലാഹി تألها وإنابة وخوفا ورجاء وطمعا وقصدا لمرضاته وثوابه في كل ما يفعله وما يتركه من الأمور الظاهرة والباطنة. സഅദി റഹിമഹുല്ലാഹ് പറയാണ്, എങ്ങനെയാണ് സാധിക്കുക? ഒരാൾക്ക് എങ്ങനെയാണ് ഇഖ്ലാസിനെ ശക്തിപ്പെടുത്താൻ സാധിക്കുക? വദാലിക ബികമാലി തഅല്ലുഖ് ബില്ലാഹ്. പൂർണ്ണമായും ഖൽബ് അല്ലാഹുമായി തഅല്ലുഖായി വേണം. തഅല്ലുഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹുമായി ബന്ധപ്പെട്ട് കിടക്കണം ഖൽബ് പൂർണ്ണമായും. ഏതൊക്കെ രീതിയിൽ? തഅല്ലുഹൻ, ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത്. വ ഇനാബത്തൻ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുന്ന വിഷയത്തിൽ. വ ഖൗഫൻ, ഭയപ്പെടുന്ന വിഷയത്തിൽ. വ റജാഅൻ, പ്രതീക്ഷ വെക്കുന്ന വിഷയത്തിൽ. വ തമഅൻ, അവന്റെ ആഗ്രഹങ്ങളുടെ വിഷയത്തിൽ. വ ഖസ്ദൻ, അവന്റെ ലക്ഷ്യം വെക്കുന്ന വിഷയത്തിൽ. വ ഖസ്ദൻ ലിമർളാതിഹി വ സവാബിഹി ഫി കുല്ലി മാ യഫ്അലുഹു വ മാ യത്റുകുഹു മിനൽ ഉമൂരി ളാഹിറ വൽ ബാത്തിന. അവൻ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങളിലാവട്ടെ, അവൻ ഒഴിവാക്കുന്ന പാപങ്ങളിലാവട്ടെ, അവന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും മാത്രമാകണം. ആ രീതിയിൽ ഖൽബ് അള്ളാഹുമായി തഅല്ലുഖാവണം. അപ്പോഴാണ് ഒരാളുടെ ഇഖ്ലാസ് ശക്തിപ്പെടുക. ഫഇന്നൽ ഇഖ്ലാസ ബിതബീഅതിഹി യദ്ഫഉ അശ്ശിർക അൽഅക്ബർ വൽഅസ്ഗർ. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ തന്നെ, ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ടായാൽ തന്നെ വലിയ ശിർക്കിൽ നിന്നും ചെറിയ ശിർക്കിനെയും ആ ഇഖ്ലാസ് പ്രതിരോധിക്കുന്നതാണ്. ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ട് എങ്കിൽ ശിർക്കിന്റെ വലുതും ചെറുതുമായ ഇനങ്ങൾ
ആ ഇഖ്ലാസ് പ്രതിരോധിക്കും. ഷിർക്കിനെ മാത്രമല്ല, ഷിർക്കിനെ പ്രതിരോധിക്കുന്നതിന് മറ്റെല്ലാ പാപങ്ങളിൽ നിന്നും അത് പ്രതിരോധിക്കും. ഒരാളുടെ ഇഖ്ലാസ് എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ഷിർക്കിന്റെ അംശങ്ങളിൽ നിന്നും മറ്റുള്ള പാപങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകും. അതിനെയെല്ലാം പ്രതിരോധിച്ച് അവന് നിൽക്കാൻ സാധിക്കും. വകുല്ലു മൻ വഖഅ മിൻഹു നൗഉൻ മിനശ്ശിർക്കി ഫൽയുദ്ഇഫ് ഇഖ്ലാസിഹി. അവൻ എപ്പോഴെല്ലാം ഷിർക്കിന്റെ ഏതെങ്കിലും ഇനത്തിൽ ചെന്ന് ചാടുന്നുണ്ടെങ്കിൽ, അവന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതവന്റെ ഇഖ്ലാസിന്റെ ദുർബലത കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇഖ്ലാസിൽ എപ്പോഴാണോ നമുക്ക് പാളിച്ച വരുന്നത്, എപ്പോഴാണോ വീഴ്ച വരുന്നത്, അപ്പോഴെല്ലാം പിശാചിന് നമ്മുടെ മേലെയുള്ള സ്വാധീനം ഒരു കതക് തുറക്കുന്ന അവസ്ഥയാണ്. അതിലൂടെ പിശാച് കയറും. അത് പാപങ്ങളിലേക്കാകാം, ഷിർക്കിന്റെ കാര്യങ്ങളിലേക്കാകാം, ചെറിയ ഷിർക്കിലേക്കാകാം, അങ്ങനെ വലിയ ഷിർക്കിലേക്കുമാകാം. അപ്പൊ ഇഖ്ലാസ് ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാ ഈ ബാബിന്റെ ശർഹ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, കിതാബു തൗഹീദിൽ ഈ ബാബ് വളരെയധികം ഗൗരവമുള്ളതാണ്. നമ്മുടെ എല്ലാം, പ്രത്യേകിച്ചും തൗഹീദ് പഠിക്കുന്ന, അത് ബോധ്യപ്പെട്ടിട്ടുള്ള, അത് ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ആ തൗഹീദിലായിക്കൊണ്ട് മരണപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷിർക്കിനെ തൊട്ടുള്ള ഭയം. കാരണം നമ്മൾ അറിയാതെ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ്. അത്രയും ഗോപ്യമായ നിലയ്ക്ക് നമ്മൾ വീണ്ടും ചിന്തിക്കണം. ഒരു കറുത്ത ഒരു ഉറുമ്പ്, ചില ഹദീസ് അങ്ങനെയാണ്, കറുത്ത ഒരു ഉറുമ്പ് കൂരിട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറക്കല്ലിന് മുകളിലൂടെ കയറി വരുന്നതിനേക്കാൾ ഗോപ്യമായിട്ടായിരിക്കും നമ്മിലേക്ക് ശിർക്ക് കടന്നു വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും ഗൗരവത്തിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇതിനൊരു വഴിയേ ഉള്ളൂ. ഇപ്പൊ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഇഖ്ലാസ് ശക്തിപ്പെടുത്തുക, തൗഹീദിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിനോടുള്ള കർമ്മങ്ങൾ അത് നിയ്യത്ത് കൊണ്ടും ആ സിദ്ഖ് കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും അതിന് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. രഹസ്യമായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, രഹസ്യമായി ഖുർആൻ പാരായണം, നിസ്കാരം, ദാനധർമ്മങ്ങൾ നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന വഴി ഇഖ്ലാസിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഷിർക്കിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അപ്പൊ ഷിർക്കിനെ തൊട്ടുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഷിർക്ക് രണ്ട് രീതിയിലായിട്ടുണ്ട്, അക്ബർ, അസ്ഗർ. അക്ബർ സംഭവിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ, ശാശ്വതമായി നരകാവകാശിയായിരിക്കും. ഷിർക്കുൻ അസ്ഗർ ആണെങ്കിൽ അവന് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം, ഒരു ദിവസം ആ പാപങ്ങൾക്ക് ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാം. പക്ഷേ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. മറ്റുള്ള ഏത് പാപം എടുത്താലും, ഷിർക്കിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഏത് പാപവും അള്ളാഹുവിന്റെ മശീയത്തിന് കീഴെ മാത്രം വരുന്ന കാര്യങ്ങളാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് പുറത്തു കൊടുക്കും. നമ്മൾ കഴിഞ്ഞ തൗഹീദിന്റെ ഫദ്ല് പറയുമ്പോൾ ഹദീസ് നമ്മൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം ഷിർക്ക് സംഭവിക്കാത്ത ആളുകൾക്ക് സ്വർഗപ്രവേശനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇൻ സനാ വ സരിഖ, അവൻ വ്യഭിചരിച്ചാലും കട്ടെടുത്താലും ചോദിച്ചപ്പോൾ എന്ത് ചെയ്താലും അവനതുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അതിനൊരു ഇതാണ് ഏറ്റവും പ്രത്യേകത. ഇതാണ് മശീയത്തിന്റെ കീഴിൽ നിന്ന് അവന് പൊറുക്കാനും പൊറുക്കപ്പെടാതിരിക്കാനും അള്ളാഹുവിന്റെ ഉദ്ദേശം എന്നുള്ളൊരു അവസരമുണ്ട്. എന്നാൽ ശിർക്കിന് അതുപോലും ഉണ്ടാവുകയില്ല. അപ്പൊ ഈ ബാബിൽ പറഞ്ഞ വിഷയങ്ങൾ ഇതാണ്. അടുത്ത ബാബ് ദുആ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിലെടുക്കാം. അപ്പോൾ ഷിർക്കിനെ ഭയപ്പെടുന്നതും അതിൻ്റെ ഗൗരവവും ഷിർക്ക് കൊണ്ടുള്ള അപകടവുമാണ് ഈ ബാബിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഷിർക്കിൻ്റെ വലുതും ചെറുതുമായ എല്ലാ ഭാഗങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദ് പൂർത്തീകരിക്കുന്ന, സാക്ഷാത്കരിക്കുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.